മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, നോമ്പുകാലത്തിലെ 5-ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഇന്നത്തെ വായനകളെല്ലാം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലുണ്ടാകുമെന്നാണ് വെളിപ്പെടുത്തുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്നുള്ള 1-ാമത്തെ വായനയിൽ സാറായുടെ ക്രൂരതയിൽ മനമടുത്ത് ഓടിപ്പോകുന്ന ഹാഗാറിന് മരുഭൂമിയിൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെടുന്നതും ദൈവദൂതൻ്റെ അരുളപ്പാടുകൾ അനുസരിച്ച് ഹാഗാറിനെ ദൈവം അനുഗ്രഹിക്കുന്നതുമാണ് നാം കാണുന്നത്. ദൈവീക പദ്ധതികളോട് സഹകരിക്കുന്നവരുടെ ജീവിതത്തിൽ അവൻ ഇടപെടുമെന്ന വലിയൊരു ചിന്ത ഈ വചനഭാഗം പങ്കുവയ്ക്കുന്നുണ്ട്. ജോഷുവ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള 2-ാമത്തെ വായനയിൽ തങ്ങളെ വഞ്ചിച്ച ഗിബെയാൻകാരോട് ജോഷുവായും ഇസ്രായേൽക്കാരും തങ്ങൾ ദൈവനാമത്തിൽ എടുത്ത തീരുമാനത്താൽ അവരെ വധിക്കാതെ അവരോട് ക്ഷമിക്കുന്നതും ഇസ്രായേൽ ജനത്തിനും ദൈവത്തിൻ്റെ ബലിപീഠത്തിനുമായി വെള്ളം കോരാനും വിറക് വെട്ടാനും നിയമിക്കുന്നതായും നാം കാണുന്നു. ജീവിതത്തിലെ വലിയ പ്രതിസന്ധിയുടെ നടുവിലും ദൈവനാമത്തിൽ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ജോഷുവയെയും പ്രമാണികളെയും നാം ഈ വായനയിൽ കണ്ടുമുട്ടുന്നു. വിവാഹവും തിരുപ്പട്ടവും സന്യാസവും ഒക്കെ നാം ദൈവനാമത്തിലെടുത്ത തീരുമാനങ്ങളാണ്. തുടക്കത്തിലുണ്ടായിരുന്ന വിശ്വസ്തത ഇപ്പോഴും നമുക്കുണ്ടോ? ദൈവനാമത്തിൽ നാം എടുത്ത തീരുമാനത്തിൽ എത്രമാത്രം വിശ്വസ്തയോടെ ചരിക്കണമെന്ന് ഇന്നത്തെ 2-ാമത്തെ വായന നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ശരീരങ്ങളെ വിശുദ്ധിയിൽ കാത്തുസൂക്ഷിച്ചുകൊണ്ട് നന്മയെ മുറുകെ പിടിച്ച് പരസ്പര ബഹുമാനത്തോടും തീക്ഷ്ണതയോടും കൂടെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കാനും അനുധാവനം ചെയ്യാനും പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതൽ 39 വരെയും 8-ാം അധ്യായം 12 മുതൽ 20 വരെയുമുള്ള വാക്യങ്ങളാണ് വിചിന്തനത്തിനായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന തിരുവചന ഭാഗം. ഇസ്രായേലിൻ്റെ സുപ്രധാന തിരുനാളുകളിൽ ഒന്നായിരുന്ന കൂടാര തിരുനാളിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈശോയുടെ ഇന്നത്തെ പഠിപ്പിക്കലുകൾ. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ തിരുനാൾ ശരത്കാല വിളവെടുപ്പിൻ്റെയും പുറപ്പാട് സംഭവത്തിൽ മരുഭൂമിയിൽ വച്ച് ഇസ്രായേൽ ജനത്തോട് ദൈവം കാണിച്ച കരുതലിൻ്റെയും സ്മരണ നിലനിർത്തുന്ന ആഘോഷമാണ്. സുവിശേഷത്തിൻ്റെ 1-ാം ഭാഗത്തിൽ ഈശോ ഇപ്രകാരം പറയുന്നു: ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ എൻ്റെ അടുക്കൽ വരട്ടെ. മനുഷ്യൻ്റെ ഏറ്റവും തീക്ഷ്ണമായ ദാഹം ശമിപ്പിക്കുന്ന സ്രോതസ്സ് യേശുവാണ് എന്ന് സുവിശേഷം വ്യക്തമാക്കുന്നു. പഴയ നിയമത്തിൽ യഹോവ കുടിക്കുവാനായി നൽകിയ ജലമല്ല, ദൈവത്തിനായുള്ള ഓരോ മനുഷ്യ ഹൃദയത്തിൻ്റെയും ദാഹമകറ്റുന്ന ജീവൻ്റെ ജലമാണ് യേശു വാഗ്ദാനം ചെയ്യുന്നത്. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും എന്നവിടുന്ന് പറയുന്നു. 2 കാര്യങ്ങളാണ് നാം ഇവിടെ ശ്രദ്ധിക്കുക. ഒന്നാമതായി, തന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്നും ജീവജലം ഒഴുകുമെന്നാണ് അവിടുന്ന് പറയുന്നത്. അവനിൽ വിശ്വസിച്ച് അവനോട് ചേർന്ന് നിന്നാൽ മാത്രമേ ജീവജലത്തിൻ്റെ സമൃദ്ധി ഉണ്ടാകൂ എന്ന് അവിടുന്ന് നമ്മെ ഓർമ്മിപ്പിക്കുക. രണ്ടാമതായി, ഇപ്രകാരം തന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിൻ്റെ അരുവികൾ നിർഗളിക്കുമെന്ന തിരിച്ചറിവ് വചനഭാഗം നൽകുന്നുണ്ട്. തന്നോട് ചേർന്ന് നിൽക്കുന്നവരിൽ, വിശ്വസിക്കുന്നവരിൽ ജീവജലം ഉണ്ടാകുമെന്നല്ല അവിടുന്ന് അരുളി ചെയ്തത്, മറിച്ച് അവരിൽ നിന്ന് ജീവജലത്തിൻ്റെ സമൃദ്ധി ഉണ്ടാകും എന്നാണ്. നിലയ്ക്കാതെ ഒഴുകുന്ന അരുവി പോലെ ഇപ്രകാരമുള്ളവരുടെ ജീവിതം അനുഗ്രഹപ്രദമായി മാറുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അനേകം വൃക്ഷങ്ങൾക്കും ചെടികൾക്കും ജീവശ്വാസമായി നദി ഒഴുകുന്നത് പോലെ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവരുടെയും ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹപ്രദമായി മാറണമെന്നും ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, ക്രിസ്തുവിനെ വളരെയധികം സ്നേഹിക്കുന്നവരും അവനിൽ വിശ്വസിക്കുന്നവരുമാണ് ക്രൈസ്തവരായ നാം ഓരോരുത്തരും. മുടക്കം കൂടാതെ വിശുദ്ധ ബലിയിൽ സംബന്ധിച്ചും കുടുംബ പ്രാർത്ഥന ചൊല്ലിയും കൗദാശിക ജീവിതത്തിൽ കുറവ് വരുത്താതെ ജീവിച്ചിട്ടും നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹപ്രദമായി മാറുന്നുണ്ടോ? അനേകം നന്മകളാൽ, കഴിവുകളാൽ നാം സമ്പന്നരായിരിക്കാം. എന്തിനേയും നേരിടാനും അതിജീവിക്കുവാനും നമുക്ക് സാധിച്ചേക്കാം. എന്നാൽ ചുറ്റുമുള്ളവർക്ക് പ്രയോജനപ്രദമായ നന്മകളോ കഴിവുകളോ എന്നിൽ ഇല്ലെങ്കിൽ എത്ര അർത്ഥശൂന്യമായ ജീവിതമാണത്. ചുറ്റുമുള്ളവരുടെ ബലഹീനതയിൽ സഹായിക്കാനും പോരായ്മകളിൽ കൂടെ നിൽക്കാനും
ആവശ്യ സമയങ്ങളിൽ ചേർത്തു നിർത്താനും നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ജീവജലത്തിൻ്റെ അരുവിക്കു പകരം നമ്മിലുള്ളത് ചെറിയൊരു തടാകമാണെന്ന് നമുക്ക് തിരിച്ചറിയാം. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ രണ്ടാം ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 12 മുതൽ 20 വരെയാണ്. കൂടാര തിരുനാളിനോടനുബന്ധിച്ച് ദീപാലങ്കൃതമായ ജെറുസലേം ദേവാലയ പശ്ചാത്തലത്തിലാണ് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് യേശു പ്രസ്താവിക്കുന്നത്. പ്രകാശം വിശുദ്ധ ഗ്രന്ഥത്തിലെ വലിയൊരു പ്രതീകമാണ്. ദൈവത്തിൻ്റെ ആദ്യ സൃഷ്ടി തന്നെ പ്രകാശമാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള മരുഭൂമി യാത്രയിൽ വഴിതെളിക്കാൻ അഗ്നിസ്തംഭമായി കൂടെയുണ്ടായിരുന്ന അതേ ദൈവമാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ പ്രകാശമായി അവതരിപ്പിക്കുക. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനത്തോടൊപ്പം നടന്ന ദൈവം തന്നെയാണ് പുതിയ നിയമത്തിലെ ക്രിസ്തുവെന്ന് അവിടുന്ന് വെളിപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് അവിടുന്ന് ഇപ്രകാരം പറയുന്നത്, എന്നെ അനുഗമിക്കുന്നവർ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും. തന്നെ അനുഗമിക്കുന്നവരാണ് ഒരിക്കലും അന്ധകാരത്തിൽ നടക്കാത്തത് എന്നാണ് അവിടുന്ന് സമർത്ഥിക്കുന്നത്. അന്ധകാരത്തിൽ നിന്നും പാപജീവിത വഴികളിൽ നിന്നും അകന്നു ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാം അനുഗമിക്കേണ്ടതും പിന്തുടരേണ്ടതും അവൻ പകർന്ന പാഠങ്ങളും ജീവിത രീതിയുമാണ്. ഇന്ന് നമ്മുടെ ലോകത്തിൽ ഇത്രമാത്രം തിന്മയും ശത്രുതയും വൈരാഗ്യവും കൊലപാതകവും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളുമൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവൻ പകർന്നു തന്ന മൂല്യങ്ങളിൽ നിന്നും നാം വ്യതിചലിക്കുന്നതിനാലാണ് എന്ന് നമുക്ക് മറക്കാതിരിക്കാം. അവൻ പഠിപ്പിച്ച സ്നേഹത്തിൻ്റെയും നന്മയുടെയും പാഠങ്ങൾ നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിലും കുടുംബങ്ങളിലും പകർന്നു കൊടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അന്ധകാരമയമായ ഈ ലോകത്തിൽ ജീവൻ്റെ പ്രകാശവാഹകരായി നമുക്ക് മാറാം. നമ്മിലെ നന്മയും സ്നേഹവും പരസ്പര സഹായ മനോഭാവവുമെല്ലാം അനേകർക്ക് പ്രചോദനമായി തീരട്ടെ. സ്നേഹമുള്ളവരെ, ആത്മീയ ജീവിതത്തിൻ്റെ ദാഹമകറ്റാൻ അവന് മാത്രമേ കഴിയൂ എന്ന തിരിച്ചറിവിൽ നമ്മുടെ ജീവിതം അനേകർക്ക് പ്രയോജനപ്രദമാക്കി തീർക്കുവാനും ജീവിതത്തിൽ ശൂന്യതയും അർത്ഥമില്ലായ്മയും അനുഭവപ്പെടുമ്പോൾ ജീവിതത്തിന് അർത്ഥം നൽകുന്ന യഥാർത്ഥ പ്രകാശമായ ക്രിസ്തുവിനെ സ്വന്തമാക്കുവാനും അവനോട് ചേർന്ന് നിൽക്കുവാനും നമുക്ക് സാധിക്കട്ടെ. അതിനായി ഈ നോമ്പുകാല പരിത്യാഗ പ്രവർത്തനങ്ങൾ നമ്മെ സഹായിക്കട്ടെ. ആമേൻ.